എലത്തൂർ ട്രെയിൻ തീവെപ്പ് ആസൂത്രിതമെന്ന് ADGP MR അജിത് കുമാർ. പ്രതി ഷാരൂഖ് സൈഫി തീവ്ര ചിന്താഗതിക്കാരനായിരുന്നു. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ADGP പറഞ്ഞു. ഡൽഹി മുതൽ മഹാരാഷ്ട്ര വരെയുള്ള ഷാരൂഖ് സൈഫിയുടെ യാത്രാ വിവരങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ തെളിവുകളും പോലീസിന് ലഭിച്ചെന്നും ADGP വ്യക്തമാക്കി. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് അന്വേഷണത്തിന്റെ ആദ്യ നാളുകളിൽ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറായിരുന്നില്ല. എന്നാൽ ഷാരൂഖ് സൈഫിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കെയാണ് കേസിന്റെ വിശദാംശങ്ങളുമായി ADGP MR അജിത് കുമാർ മാധ്യമങ്ങളെ ഇന്ന് കണ്ടത്. പ്രതി ഷാരൂഖ് സൈഫി സാക്കിർ നായിക് പോലുള്ളവരുടെ തീവ്ര ചിന്താഗതിയുള്ള വീഡിയോകളിൽ ആകൃഷ്ടനായിരുന്നു. അത്തരം വീഡിയോകൾ നിരന്തരം കാണാറുണ്ടായിരുന്നു. കൃത്യം ചെയ്യാനായി പ്രതി ആസൂത്രിതമായാണ് എത്തിയത്. അതേക്കുറിച്ചുള്ള വിശദാംശങ്ങളും തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ടെന്നും ADGP വ്യക്തമാക്കി. ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഇയാളാണ് കുറ്റകൃത്യം ചെയ്തതെന്നുള്ളത് വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തെളിവുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതുവരെ അന്വേഷണത്തിൽ മനസ്സിലായെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹൈലി റാഡിക്കലൈസ്ഡ് ആണ്. പുള്ളി ഇത്തരം ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് തന്നെയാണ് വന്നത്. കേസിൽ കേരള പോലീസിന്റെ അന്വേഷണം തൃപ്തികരമാണ്. ഈ കേസ് വിപുലമായി അന്വേഷിക്കേണ്ടതുണ്ട്. സംഭവത്തിൽ മറ്റു വ്യക്തികൾക്കോ സംഘടനകൾക്കോ പങ്കുണ്ടോ എന്ന കാര്യം വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്നും MR അജിത് കുമാർ പറഞ്ഞു. കുറ്റകൃത്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ സെക്ഷൻസിനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അതിൽ ഫിക്സ് ചെയ്യാനായിട്ടുള്ള എല്ലാ തെളിവുകളും നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ളതും ഡോക്യുമെൻ്ററി ആയിട്ടുള്ളതും ഓറലായിട്ടുള്ള എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഓൾമോസ്റ്റ് പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അപ്പുറമുള്ള കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷണം. കേന്ദ്ര ഏജൻസിയുമായി പോലീസ് നന്നായി സഹകരിച്ചിട്ടുണ്ട്. പ്രതി ഷാരൂഖ് സൈഫി ആദ്യമായാണ് കേരളത്തിൽ എത്തുന്നതെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായതെന്നും ADGP കൂട്ടിച്ചേർത്തു. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് പ്രതി ഷാരൂഖ് സൈഫി തീവ്ര ചിന്താഗതികളിൽ ആകൃഷ്ടനായിരുന്നുവെന്നാണ് ADGP തന്നെ വ്യക്തമാക്കിയത്. അതേസമയം കേസന്വേഷണം NIA ഏറ്റെടുക്കുന്നതിൽ കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് നീരസമുണ്ടെന്നതും ADGPയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.